ക്രൈസ്തവ ഇസ്ലാമിക സമൂഹത്തിനും മേലെ എല്ലാ രംഗത്തും നിൽക്കുന്ന സമൂഹമാണ്. അങ്ങനെയല്ല. ഇന്ന് സാമൂഹ്യമായി എല്ലാ രംഗത്തും പിന്തള്ളപ്പെട്ട ഒരു സമൂഹമാണ് കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹം, ഹൈന്ദവ സമൂഹം. സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയിലാണ് അവർ. വ്യാപാര വ്യവസായ മേഖലയിൽ അവർ പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ രംഗത്തും പിന്തള്ളപ്പെട്ട് അത് വിദ്യാഭ്യാസ രംഗത്താകട്ടെ. ബാബോട്ടാ, ഇങ്ങനെ പറയുമ്പോഴൊന്നും നാണക്കേട് തോന്നില്ലേ? ഇന്ത്യ മഹാരാജ്യത്തുള്ള മുസ്ലിമീങ്ങളും ക്രൈസ്തവരും ഒക്കെ അവർക്കൊക്കെ സ്തുത്യർഹമായ സ്ഥാനം ലഭിക്കുകയും ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങൾ എല്ലാ മേഖലയിലും പിന്തള്ളപ്പെടുന്നു എന്ന് പറയുമ്പോഴത്തേക്കും പറയുന്ന നിങ്ങൾക്കൊരു നാണം തോന്നില്ലെന്ന് ചോദിക്കുകയാണ്. സച്ചാർ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം തന്നെ ആ നടന്ന പഠനത്തിൽ തന്നെ ഏറ്റവും അരക്ഷിതാവസ്ഥ ഇന്ത്യയിൽ അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങളൊരു വിഭാഗമാണ് മുസ്ലിമീങ്ങൾ. എന്നിട്ട് ഞങ്ങൾ ആരെങ്കിലും ഒന്നുമില്ലേ, ഞങ്ങൾ കഷ്ടപ്പാടിലാണ്, ഞങ്ങൾ ഇല്ലായ്മക്കാരാണെന്ന് കരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടാ? ഈ വയനാട് ചുരം ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് അവിടെ ഒരു നോളജ് സിറ്റി എന്ന് പറഞ്ഞ സംവിധാനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ? കണ്ടപ്പോഴൊക്കെ മുഖം തിരിച്ച് കാണും, അസ്വസ്ഥത കൊണ്ട്. അത് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചതാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തിൽ അവരുടെ ഒരു പദ്ധതിയായിരുന്നു, വലിയൊരു മെഗാ പദ്ധതി. പക്ഷേ അത് സാധ്യമാക്കിയത് കേരളത്തിൽ ഇന്നിപ്പോൾ 90 വയസ്സ് പിന്നിട്ട ഒരു വയോവൃദ്ധനായ, ഇനി നരക്കാൻ ശരീരത്തിൽ ബാക്കിയൊന്നും ഇല്ലാത്ത, അത്രയും പ്രായാധിക്യം കൊണ്ട് വിഷമിക്കുന്ന ഒരു മഹാപണ്ഡിതൻ അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ട് നിർമ്മിച്ചതാണ്. എന്ന് മാത്രമല്ല, അതിനകത്ത് 1/2 സെൻറ്റ് ഭൂമി ഇവിടുത്തെ സർക്കാർ നൽകിയതില്ല. വെള്ളാപ്പള്ളിക്ക് കൊടുത്തതുപോലെ 1/2 സെൻറ്റ് ഭൂമി ആ യൂണിവേഴ്സിറ്റിയിൽ സർക്കാരിൻ്റെ ഇല്ല. 50 പൈസ ഗവൺമെൻറ്റിൻ്റെ ഇല്ല. ഒക്കെ ഞങ്ങളെപ്പോലുള്ള സാധുക്കൾ ഞങ്ങളുടെയൊക്കെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം കൊടുത്തിട്ടുണ്ടാക്കിയതാണ്. കേരളത്തിൽ 10,000 വരുന്ന മദ്രസ സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ഒരു സർക്കാരിൻ്റെയും ഒരു തരത്തിലുമുള്ള ഓഫറുകളോ മറ്റൊന്നും കൊണ്ടല്ല, ഇതൊക്കെ ഞങ്ങൾ കൊടുത്തതാണ്. അങ്ങനെ കൊടുക്കാനുള്ള മനോഭാവമുണ്ട്, മനസ്സിലായേ? എന്ന് മാത്രമാണ് വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി, അവർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളൊരു ആഹ്വാനം നടത്തി. കോടികൾ വേണം, വീട് വെക്കണമെന്ന് പറഞ്ഞു. സ്വിച്ചിട്ട പോലെ, ഇങ്ങനെ ഹിമ വെട്ടാതെ നോക്കിയിരിക്കുന്ന സമയത്ത് സ്വിച്ചിട്ടതുപോലെ 59-60 കോടി രൂപ ഇങ്ങനെ പട്ടപ്പട്ടാന്ന് അടിച്ചു കയറിയത്. ആർക്ക് കഴിയും? നിങ്ങൾ ചോദിച്ച 10 പൈസ അങ്ങനെ കിട്ടുമോ ഈ വിദ്വേഷം പറയുന്നതല്ലാതെ? ഒരു മനുഷ്യനെ അങ്ങനെ നിങ്ങൾക്ക് സഹായിക്കാൻ, ഒരു സമൂഹത്തെ ഉദ്ധരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ഞാൻ ചോദിക്കുന്നു, ഒറ്റ ചോദ്യമേ ഉള്ളൂ. ബാബുവേട്ടൻ്റെ സംഘടനയൊക്കെ ഇക്കാലം അത്ര ഇവിടെ ജീവിച്ചല്ലോ. ഹിന്ദുക്കൾ എല്ലാ മേഖലയിലും പിന്തള്ളപ്പെടുന്നു എന്ന് ചോദിക്കുമ്പം ഹിന്ദുക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. 83% ഹൈന്ദവ സഹോദരങ്ങൾ അവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്, അല്ലേ? ബാബുവേട്ടൻ്റെ പാർട്ടിയല്ലേ രാജ്യം ഭരിക്കുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന ഈ അരക്ഷിതാവസ്ഥയിൽ നിന്ന് അവരെ കരകയറ്റാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് അവരെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന, ആസ്വദിക്കുന്ന സുഖങ്ങളും സന്തോഷങ്ങളൊന്നും ഈ പാവങ്ങൾക്ക് ലഭിക്കുന്നില്ല? ഇതൊരു അടിസ്ഥാനപരമായ ചോദ്യമാണോ? അല്ലേ? ചോദ്യം തന്നെയല്ലേ? ബാബുവേട്ടന് സംശയമുണ്ടോ? ചോദ്യം തന്നെയല്ലേ? ഞാനോട് ചോദിക്കുന്നത്, എന്താണ് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് വേണ്ടി അവർക്ക് ഉയരാൻ, അവർക്ക് വളരാൻ? കേവലം 2011 സെൻസസ് പ്രകാരം 14% മുസ്ലിമുകൾ എന്ന് പറഞ്ഞു. ഇപ്പോൾ കുറച്ചും കൂടി ഉണ്ടാവും. ഈ ഇന്ത്യയിലെ അത്രയും ന്യൂനപക്ഷമായ മുസ്ലിം സമുദായം എല്ലാ മേഖലയിലും പിന്നോക്കം നിൽക്കുന്നു എന്ന് സച്ചാർ കമ്മീഷൻ തന്നെ റിപ്പോർട്ട് നൽകിയ ആ ഒരു സമൂഹം, അവരുടെ ഇന്ത്യയിൽ അവരുടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ എത്രയാണ്? അവരുടെ മതം പഠിപ്പിക്കാനും അവരുടെ ആശയങ്ങൾ പഠിപ്പിക്കാനും, എന്തിനേറെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിക്കാനും ഒക്കെ എല്ലാ മേഖലയും, സമുന്നയ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ വിപ്ലവാത്മകമായ വലിയ ഒരു കുതിപ്പ് ഉണ്ടാക്കിയെടുത്തു എന്ന് നിങ്ങൾക്കും അറിയാം. ഇപ്പം ഞാൻ പറഞ്ഞ ബഹുമാനപ്പെട്ട എ പി ഉസ്താദാണെങ്കിലും ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളാണെങ്കിലും കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്കെല്ലാം ഇഷ്ടം പോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഞാൻ ചോദിക്കുന്നു, ബാബുവേട്ടനും ശശികല ടീച്ചറും ഒക്കെ ഇവിടെ ഹിന്ദുക്കൾക്ക് വേണ്ടി ഉണരണം എന്ന് പറഞ്ഞ് അവരുടെ നരമ്പുകളെ വലിച്ചു മുറുക്കി അവരുടെ രക്തം തിളപ്പിച്ചു എന്നതിനപ്പുറത്തേക്ക് ഈ സമൂഹങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു ബാബുവേട്ട? ഒരു പച്ചയായ യാഥാർത്ഥ്യം പറയട്ടെ. ഈ നാട്ടിൽ ഒരു ഹൈന്ദവ സഹോദരൻ ഒരു പ്രശ്നം വന്നാൽ, ആരോഗ്യപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ, എൻ്റെ അനുഭവം പറയാണ്, മുമ്പിൽ അഥവാ ഒരു മുസൽമാൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ അവർ കാണിക്കുന്ന അതേ ആത്മാർത്ഥത തന്നെ മറ്റ് സഹോദരങ്ങളെയും ഏറ്റെടുക്കാൻ അവർ കാണിക്കുന്നുണ്ട്. എത്ര അവർ അധ്വാനിച്ചതിൻ്റെ വിഹിതം ഈ ഗൾഫിൽ നിന്ന് പ്രവാസികൾ നമ്മളൊരു QR കോഡ് ഇട്ട് കഴിഞ്ഞാൽ അവർക്കത് സ്കാൻ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ വിളിച്ച് ചോദിച്ച് അവസാനം അവർ ഗൂഗിൾ പേ ഇതാണ് മുസൽമാൻ. നിങ്ങൾ ഈ ലോകത്ത് എന്തെല്ലാം തെമ്മാടിത്തരങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചാലും ഒരിക്കലും ആ സമൂഹത്തെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റൂല. ഒരിക്കലും നിങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ പറയലുണ്ടല്ലോ, തലയിൽ മതം, അത് വസ്ത്രത്തിൽ മതം, അവരെല്ലാത്തിലും മതം. ഈ മതം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ എല്ലാ ഭാഗത്തും അന്തർലീനമാണ്, മതമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വ്യതകളും പ്രശ്നങ്ങളും ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും ഒരിത്തിരി സ്വാഭാവികമായി നിങ്ങൾ ഈ പറഞ്ഞ അതിങ്ങനെ അന്തർലീനമായി കിടക്കുന്നുണ്ട്, അതിങ്ങനെ ഉയർന്നു വരും.
അപ്പോഴേക്കും അതിൻ്റെ മുമ്പിൽ കണ്ണടക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് ബാബുവേട്ടൻ, പിന്നെ ഒരു കാര്യം, ഇതുപോലെ പത്രസമ്മേളനം വരുമ്പോൾ തന്നെ ബാബുവേട്ടനെ ഒന്ന് ചിരിച്ചൂടെ? ഈ കേരളത്തിൽ ഈ മുസ്ലിം പണ്ഡിതന്മാരാണെങ്കിലും ക്രൈസ്തവ പണ്ഡിതന്മാരാണെങ്കിലും ഒക്കെ അവരൊക്കെ ചാനൽ ചർച്ച നടത്തുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെ പത്രസമ്മേളനം നടത്തുമ്പോൾ ഒരു ചിരിയുണ്ട്. എന്താ നിങ്ങൾ ചിരിക്കാത്തത്? ഒന്ന് ചിരിക്കുക ബാബുവേട്ടൻ. നമ്മളൊക്കെ മരിച്ചുകൊണ്ട മനുഷ്യരല്ലേ? എന്താണ് നിങ്ങൾ ഈ അസ്വസ്ഥപ്പെടുന്നത്? ഞങ്ങൾക്ക് ആർക്കും ഈ അസ്വസ്ഥതയില്ല. ഞങ്ങളുടെ കയ്യിൽ ഭരണമില്ല, ഈ രാജ്യത്തിൻ്റെ ഭരണമില്ല, ഒരു അധികാരവും നമ്മുടെ കയ്യിലില്ല. പക്ഷെ അതെങ്ങനെ അടിച്ച് പൊളിച്ച് സന്തോഷത്തോട് ജീവിക്കുകയാണ്. കാരണം നമ്മുടെ മുമ്പിൽ ആരും ശത്രുവല്ല, ഒരു ഹിന്ദു ശത്രുവല്ല, ക്രിസ്ത്യാനി ശത്രുവല്ല. നിങ്ങളുടെ അവസ്ഥയോ? നിങ്ങൾ എന്തെങ്കിലും നല്ലൊരു ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട്? ഇങ്ങനെയൊക്കെ ഞാൻ പറയും, ഇങ്ങനെയൊക്കെ മുഖം കണ്ടിട്ട് ആ ഒരു ഭാവമൊക്കെ കണ്ടിട്ട് എന്തോ എല്ലാം നഷ്ടപ്പെട്ടു. ഒന്നും നഷ്ടപ്പെട്ടു. നിങ്ങളാ രാജ്യം ഭരിക്കുന്നു, ആ ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ, ഒരു ബോധം ഉണ്ടാകട്ടെ. നിങ്ങളുടെ കയ്യിൽ അധികാരമുള്ളത്. നിങ്ങൾ ഈ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. നിങ്ങൾ വിചാരിച്ചാൽ അവരെല്ലാം മേഖല ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റത്തില്ലേ? നിങ്ങൾ ചെയ്യില്ലടോ, നിങ്ങൾ ചെയ്യില്ല. അതിനൊരു മൂല കാരണങ്ങളുണ്ട്. അത് പിന്നീട് ഒരിക്കൽ ഞാൻ പറയും.